ഒരു സംഭവം ഉണ്ടായി. എന്റെ പാൻറ്റും ഓളെ പാൻറ്റും അപ്പൊ നമ്മളിപ്പോ പാലസിലെത്തിയിട്ടുണ്ട്. അവിടെ പാലസിലെത്തി. നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ സാറിനെ ഇപ്പൊ അപ്പൊ ഇതാണ് നമ്മളെ വിനോദ് മാഷ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ഉള്ളത് ഗൈസ്, സാർ അവിടെ ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ വെയിൽ കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എന്ത് കണ്ടേ? ഇതെങ്ങനെയാവും വരച്ചിട്ടുണ്ടാവുക? അയ്യോ അയ്യോ അയ്യോ, എത്ര പേര് കൂടി വരച്ചിട്ടുണ്ടാവും. ഫോട്ടോ മാത്രം എടുക്കൽ നടക്കണുള്ളൂ. എല്ലാവരും ഇതിങ്ങനെ കണ്ട് കണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സ്നോ സിറ്റി പോകണം. എല്ലാവർക്കും ഇങ്ങനെ പോവാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ്. ചോറുണ്ടതിന് പിന്നെ സ്നോ സിറ്റി പോകണം. സ്നോ സിറ്റി പക്ഷേ ഇവിടെ ഒരു ഫാഷൻ ഷോക്ക് വേണ്ടി ഇരിക്കുകയാണ് ഒരാള്. ഇത് അതിലേറെ വലിയ ഡ്രസ് ഫോട്ടോ കിട്ടിയോ? ഞങ്ങൾക്ക് ആ മറ്റേ മാല വേണേന്ന് കേട്ടോ, കുറച്ച് ലോങ്. അതാണ് അദ്ദേഹം പറഞ്ഞത് അടുത്തുനിന്ന് ഫാഷൻ ഷോ. ടീയാണ് നമ്മളെ സോക്സ്. ഫോട്ടോ എടുക്കാണ്. ണ്ട് ഗായ്സ്, ഇപ്പൊ നമ്മളെ എത്തിയത് സ്നോ പാർക്കിലേക്കാണ്. അപ്പോൾ അവിടുത്തെ പ്രകടനങ്ങള് ഇവരെ ഞാൻ എവിടെയോ എല്ലാരും സോക്സ് ഇട്ട് റെഡി ആയി നിൽക്കാണ് സ്നോ പാർക്ക് കയറാൻ.
നല്ല കോലം. വീഡിയോ അല്ല ഫോട്ടോ കയ്യിൽ പോവരുത്. വ്ളോഗാ യൂട്യൂബ് നോക്കട്ടെ. എടുക്കണേ. ഹായ് പറ സാറേ. ഹായ്. അങ്ങനെ ഞങ്ങള് സ്നോ വേൾഡ് കഴിഞ്ഞു പോരുകയാണ്. നമ്മളെ കുട്ടികളൊക്കെ വളരെ നന്നായിട്ട് ആസ്വദിച്ചു. തണുത്ത് പറിച്ച് വിശന്ന് വിറങ്ങലിച്ച് വരികയാണ്. അതെ അതെ. ഫുഡ് കഴിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ ഗൈസ് ഞങ്ങള് ഫുഡ് കഴിച്ച് അത് പറഞ്ഞു. അത് കഴിഞ്ഞോ? ഇനി വേറെന്താ ഗൈസ്? ന്യൂ മോതിരം, ന്യൂ റിംഗ്. ഈ മോതിരം വാണ്ടിയോല് കമന്റ് ബോക്സിൽ റിംഗ് ബ്യൂട്ടിഫുൾ റിംഗ് പറയാം. അപ്പോ ലിങ്ക് വിട്ടുതരാം. ഓക്കെ ശരി. റഹീമ പറഞ്ഞപ്പോ ഫോട്ടോ എടുക്കാൻ പോവാണെന്ന് വ്ളോഗിൽ പറയാൻ വേണ്ടിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നത് നിവേദിനിയാണ് ഗായ്സ്. മുറിഞ്ഞ പെണ്ണുമായി. ഫായ്മ ഫോട്ടോ സെൻഡ് ചെയ്യുന്നുണ്ട്. ഗൈസ് അപ്പോൾ നമ്മൾ നീതുവിനെ ഫോട്ടോ എടുത്തെടുക്കാൻ വേണ്ടി പോവാണ്. പറയണ വരെ കേൾക്കണം ഗൈസ്. അപ്പൊ ഞങ്ങള് വൃന്ദാവനിക്ക് വന്നതാണ്. പക്ഷെ അവിടെ കൊറേ നേരം നിന്ന പോലെ കൊറേ പീച്ച് കൗകൾ കൊറേ പശു ചേച്ചി. Fish.
കണ്ടിട്ടുണ്ട് എന്റെ തോന്നണേ. സൂപ്പർ റൂമാണ് കിട്ടിയത്. അപ്പൊ ഞങ്ങള് റൂമിലെത്തിനി. ഫ്രഷ് ആയിട്ട് വരാം. ബൈ. അപ്പൊ ഗൈസ് ഞാൻ കുളിച്ചില്ല ഗൈസ്. സ്ക്രിപ്റ്റഡ് ആട്ടോ. ഹലോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. അപ്പൊ ഞാൻ മേലൊക്കെ കഴിഞ്ഞു. ഞാനാണ് ആദ്യം കഴിയത്, കാരണം എനിക്ക് വയ്യ തീരെ. ടൂറിന്റെ ഇടയിൽ പീരിയഡ്സ് ആയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അടുത്ത നമ്മുടെ ഫ്രണ്ട്സിന്റെ റൂമിലേക്ക് പോയി നോക്കാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നോക്കടി ഗൈസ്, ഇവിടെ ഗൈസ് എന്തൊക്കെ നടക്കുന്നുണ്ട്. നല്ല രസം കാണാൻ. പശ തേച്ച് ഇവിടെ ദാരിദ്ര്യമാണ് മെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണത്. സ്റ്റാൻഡിന് എന്തോ കുഴപ്പമുണ്ട്. അനക്കന്നെ കുഴപ്പമുണ്ട്. എനിക്ക് മൂഡ് സിങ്സ് വന്നു തുടങ്ങി. ഇത് മൂഡ് സിങ്സ് അല്ല ഇതിന്റെ പേര്. ഇതിന് വേറെന്തോ. അവളൊരു മെന്റൽ പേഷ്യന്റ്. അപ്പൊ വീണ്ടും ഞാൻ എന്റെ റൂമിലേക്ക് എത്തിയിരിക്കുന്നു ഗൈസ്. ഷൂ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. സൂപ്പർ ഗ്ലൂ ഒക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങള് ബെഡൊന്ന് കാണരുത്. ഇപ്പൊ ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കണത്. ഗുഡ് നൈറ്റ്. ഇന്റെ സെറ്റാണ് ഇവരതൊക്കെ. ഇന്റെ പാന്റും ഓള പാന്റും അവന്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടോ. ഇപ്പൊ അപ്ലോഡ് മൂക്കല്ല ഗതികേടുണ്ട്. ഇവിടെ നിമിച്ച ഇവിടെ വിളിക്കും, ഞാൻ ഇവിടെ വിളിക്കും, എന്നിട്ട് ലൈറ്റ് ഓഫ് ആക്കും. അപ്പോൾ കുളിച്ച് വരുന്ന സാച്ച ഇരിക്കും ഗൈസ്. അതാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ ഓളെ തുറക്കാനാകുമ്പോൾ ഓക്കെ നീ എങ്ങനെ അടയ്ക്കുക? പ്രശ്നമില്ല. അല്ലെങ്കിൽ ചെറിയൊരു ഹോളാണ്. ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ആ ഒരു സജനെ ബാത്റൂമിൽ കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആരെ കുറ്റിയിട്ടെന്ന് അറിയില്ല. പിന്നെ ഞാൻ ചെന്നിട്ട് ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ സ്പീക്കർ വെള്ളത്തിലായിരിക്കും. സ്പീക്കർ എടുക്കാൻ വേണ്ടി മറന്നുട്ടോ ഗൈസ്. ഇത് പൂക്കി, കറക്റ്റ് പൂക്കി. ഇതാണ് കേട്ടോ സ്നാക്സ്. രാത്രിയും പകലും കൂളിംഗ് ഗ്ലാസ് വെച്ച് നടക്കുന്നു അബിയ. ബോയ്സിന് ഇവിടുന്ന് ചലങ്കി കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പീഡിപ്പിക്കാൻ ഞങ്ങളെ. ജന്തോ പേടിയൊന്നുമില്ല, എന്നാലും ഇതിന്റെ ഉള്ളിലേ ഈ റൂമിൽ ആരാള്?
ഗൈസ് കാര്യം സീരിയസ് ആയിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുണ്ട്. അവിടെ കോളിംഗ് ഒക്കെ തുടങ്ങി, ആരാണ് എന്താന്നൊക്കെ അറിയാൻ. ഇവിടുന്ന് ആരും ഇങ്ങനെ പേടിപ്പിക്കൂ. ഞങ്ങൾ ജസ്റ്റ് ഒരു പിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിൽ പോയിട്ടുണ്ടെന്ന് ആരും അറിയാണ്ട്. എന്നിട്ടൊന്നും അറിയാത്ത മാതിരി റൂമിലിരുന്ന് കുറേ നേരം സംസാരിച്ചു ഞങ്ങൾ. നല്ല രസമായിരുന്നു, ചിരിയും കളിയൊക്കെ ആയിട്ട്. ഒരു സാധനം കടന്നുറങ്ങിട്ടോ, അത് കാണിച്ചെടുത്ത. ഞാൻ ഉറങ്ങിയപ്പോൾ അബി എടുത്ത ഒരു വീഡിയോ ഉണ്ട് ഗൈസ്, അത് എഡിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഗൈസ് നമ്മളെ ദേവനന്ദ ഉറങ്ങിയിട്ടുണ്ട്, വയറുവേദനയുണ്ട്. അയ്യോ, ദേവനന്ദനെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതാണ് ദേവനന്ദ. ദേവനന്ദയ്ക്ക് വയറുവേദനയാണ്, അതുകൊണ്ടാണ് അവൾ വ്ളോഗ് ചെയ്യാത്തത്. വയറുവേദന മാറുന്ന വരെ വ്ളോഗ് ഞാനാവും ചെയ്യാം. ഓക്കെ, അപ്പോൾ നന്ദിത ഇന്ന് നല്ല പിക്ക് കിട്ടിയ നന്ദിത അതിന് വിഷമിച്ച് ഡിപ്രഷനായിട്ട് ഇരിക്കുകയാണ്. കണ്ടിട്ടില്ലേ? പിന്നെ രാത്രി 1:15 പിന്നെ കണ്ണു പിന്നെ എങ്ങനെ ഉണ്ടാവുക? പക്ഷെ എന്റെ കണ്ണൊക്കെ നോക്ക് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ് നോക്കും. നമ്മളെല്ലാം അങ്ങനെയാണ്, നമ്മള് 24 hours ഓണാണ്. പക്ഷെ നമ്മളെ ദേവനന്ദ പാവുണ്ട്, വയറുവേദനയാണ്, കുട്ടി പീരീഡ്സായി ഇന്ന് കാണില്ലേ. അപ്പം ശരി ഗൈസ്, ഞങ്ങൾ നാളെ രാവിലെ പുതിയ ഔട്ട്ഫിറ്റായിട്ട് വരാം.